മാതാ അമൃതാനന്ദമയിയുടെ 50ാം ജന്മവാർഷികത്തിന് കേരളത്തില് എറണാകുളത്തില് കരൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തില് എന്തുകൊണ്ട് ലക്ഷക്കണക്കിന് വിദേശികൾ വന്നു? എന്തുകൊണ്ട് ലക്ഷക്കണക്കിന് സ്വദേശികൾ വന്നു? എല്ലാ മതത്തിലും പെട്ടവര് 50 വർഷം. ആ അമ്മ, നിങ്ങൾ പലരും അമ്മയുടെ ആരാധകരുണ്ടാകും, അമ്മയെ എതിർക്കുന്നവരുണ്ടാകും, അമ്മയെ പുച്ഛിക്കുന്നവരുണ്ടാകും. അതെല്ലാം നിങ്ങളുടെ സ്വാതന്ത്ര്യം, നിങ്ങൾക്ക് എന്തു വേണമെങ്കിലും ചെയ്യാം. ബട്ട് റിമെമ്പർ why many millions of people are flocking together for listening to the words of that hugging അമ്മ. ഒന്ന് മാത്രം ചിന്തിക്കാം. അവര് 3ാം ക്ലാസ്സേ പഠിച്ചിട്ടുള്ളൂ, 4ാം ക്ലാസ് പഠിച്ചിട്ടില്ല. 3ാം ക്ലാസ് പഠിച്ച ഒരു ഫിഷർമാൻ ഫാമിലിയിൽ ജീവിച്ച ആ അമ്മയെ കാണാൻ ഇത്രയും അധികം കോടി ജനങ്ങൾ വരാൻ കാരണമെന്ത്? ഒരു ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ തന്നെ കണ്ടെത്തുക. 8ാം ക്ലാസ് പൂർത്തിയാക്കാത്ത സത്യസായിബാബയുടെ 74ാം ജന്മദിനത്തിന് 60 ലക്ഷം വിദേശികളും 40 ലക്ഷം സ്വദേശികളും 1 കോടി ജനത വന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിധത്തിൽ സായിബാബയെ വിമർശിക്കാം, നല്ല ആളെന്നോ കള്ളനെന്നോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം. ഒരു ചോദ്യം നിങ്ങളുടെ മുമ്പിലുണ്ട്. 1 കോടി ജനതയെ ഒരു ജന്മദിനത്തിന് സ്വീകരിക്കാൻ സാധിച്ച 8ാം ക്ലാസ് പഠിച്ച ഒരു രാഷ്ട്രത്തിന്റെയും തലവനല്ലാത്ത, ഒരു UNOയുടെയും സെക്രട്ടറി അല്ലാത്ത, വെറും ചുമന്ന ഒരു കളറ് ഡ്രസ് ഇട്ട മനുഷ്യരൂപത്തിലുള്ള ഒരു വ്യക്തിയുടെ മുമ്പില് ഇത്രയും ത്യാഗം സഹിച്ച് ലോക ജനത വന്ന് നിൽക്കാൻ കാരണമെന്ത്? അതിന്റെ ഉത്തരവും നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. തീർന്നില്ല. ശ്രീ രവിശങ്കറിന് കറാച്ചിയില് 3 ആഴ്ച മുമ്പ് ഇറങ്ങിയപ്പോൾ മുഷാറഫാണ് സ്വീകരിച്ചത്. അദ്ദേഹം ഒരു വരി പറയുകയുണ്ടായി. ഈ പാകിസ്ഥാനിലെ സർവ്വ ജില്ലകളിലും, സ്റ്റേറ്റുകളിലല്ല, സർവ്വ ജില്ലകളിലും സുദർശനക്രിയയും ആർട്ട് ഓഫ് ലിവിംഗും പഠിപ്പിക്കുന്ന സെന്റർ സ്ഥാപിക്കാൻ പാകിസ്ഥാൻ ഗവൺമെന്റ് തീരുമാനിച്ചു എന്ന്. വൈ ഇറ്റ് വാസ് പോസിബിൾ? എന്തുകൊണ്ട് സാധിച്ചു? 8 മണിക്കൂർ യൂറോപ്യൻ പാർലമെന്റിലെ അംഗങ്ങൾക്ക് പച്ചവെള്ളം കുടിക്കാൻ കൊടുക്കാതെ ഈ പാർലമെന്റ് അംഗങ്ങളെ ഒരു മുറിക്കകത്തിട്ട് സുദർശനക്രിയ നടത്തി ശ്രീ രവിശങ്കർ. 8 hours. Think about it. യൂറോപ്യൻ പാർലമെന്റ് അടുത്തൊന്നും കൂടിയിട്ടില്ല. 3.5 വർഷം മുമ്പാണ് മൊത്തം യൂറോപ്യൻ രാജ്യങ്ങളിലെ പാർലമെന്റ് അംഗങ്ങൾ ഒരു സ്ഥലത്ത് കൂടുന്നത്. 8 മണിക്കൂർ ഒന്നും കൊടുക്കാതെ അവരെ സുദർശനക്രിയ നടത്തി. വാതിൽ തുറന്നു കഴിഞ്ഞപ്പോൾ ഒത്തിരി പത്രക്കാർ വന്ന് യൂറോപ്യൻ പാർലമെന്റ് അംഗങ്ങളോട് ചോദിച്ചു, ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ് ദർ ഇൻസൈഡ് ദ റൂം? അവര് പറഞ്ഞത്, സംതിങ് അൺബിലീവബിൾ. വി കനോട്ട് എക്സ്പ്ലെയിൻ ദാറ്റ്. ഇറ്റ് ക്യാൻ ബി ഓൺലി എക്സ്പീരിയൻസ്, അൺയൂഷ്വൽ. ആ ഒരു ആചാര്യൻ, ഭാരതത്തിൽ ജന്മമെടുത്ത ആചാര്യന്റെ ഒരു സുദർശനക്രിയ അനുഭവിച്ച യൂറോപ്യൻ പാർലമെന്റ് അംഗങ്ങള് ഈ വരികൾ പറഞ്ഞതിന് കൃത്യം 14 ദിവസം കഴിഞ്ഞിട്ടാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഡിക്ലെയർ ചെയ്തത് 150-ൽ പരം സൈക്കോസൊമാറ്റിക് രോഗങ്ങൾക്ക്, ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം, 150-ൽ പരം മാനസിക സംഘർഷത്താൽ ഉണ്ടാകുന്ന ശാരീരിക രോഗങ്ങൾക്ക് ഏറ്റവും ഉത്തമമാണ് ഈ സുദർശനക്രിയ എന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഡിക്ലെയർ ചെയ്യാൻ കാരണമെന്ത്? ഉത്തരം നിങ്ങൾ സ്വയം കണ്ടെത്തുമെന്ന് എനിക്കറിയാം. ഒരു കാര്യം ഉറപ്പാണ്, മറ്റു പല സ്ഥലങ്ങളിലും പല രാജ്യങ്ങളിലും ദൈവദൂതന്മാരെ അയച്ചിട്ടുള്ളൂ. പരമപവിത്രമായ ഭാരതത്തിലേക്ക് ദൈവം 10 പ്രാവശ്യം ഇറങ്ങി വന്ന സ്ഥലമാണ്. 10 പ്രാവശ്യം ഇറങ്ങി വന്നു. He himself came down there. ആ രാഷ്ട്രത്തിനൊരു പ്രത്യേകതയുണ്ട്, അതിന് ഒരു ഡെഫിനിഷനുമുണ്ട്. ഹിമാലയം സമാരഭ്യ യാവത് ഹിന്ദുസരോവരം തം ദേവനിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം പ്രചക്ഷതേ. അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾക്ക്. ഹിമാലയത്തിൽ നിന്ന് ആരംഭിച്ച് ഇന്ത്യൻ മഹാസമുദ്രം വരെയുള്ള ദേവനിർമ്മിതമായ ദേശത്തെ ഹിന്ദുസ്ഥാനം എന്ന് പറയുന്നു. ആ ദേവനിർമ്മിതമായ രാഷ്ട്രത്തിൽ ജന്മം കൊള്ളാൻ ഭാഗ്യം കിട്ടിയ നമ്മള് എവിടെ നിൽക്കുന്നു? അവിടെ ദാരിദ്ര്യമുണ്ടാകാം, അല്പസ്വല്പം സ്ലം ഏരിയ ഉണ്ടാകാം,
പൊളിറ്റീഷ്യൻസിന്റെ മിസ്അപ്രോപ്രിയേഷൻ ഉണ്ടാകാം. ബട്ട് സ്റ്റിൽ 3 പ്രധാനമന്ത്രിമാര് മരിച്ച വെടിയേറ്റ് വീണ ഒരു രാജ്യമാണത്. ലാൽ ബഹദൂർ ശാസ്ത്രി താഷ്കണ്ടിൽ വെച്ച് മരിച്ചു, ഇന്ദിരാഗാന്ധി ഡൽഹിയിൽ വെച്ച് മരിച്ചു, രാജീവ് ഗാന്ധി വധിക്കപ്പെട്ടു തമിഴ്നാട്ടിൽ വെച്ചിട്ട്. ആ രാജ്യം വിണ്ടുകീറിയില്ല, ആ രാജ്യം നശിച്ചില്ല. വളരെ സ്റ്റെബിലൈസ്ഡ് ആയിട്ട് ഏത് ഷോക്കും അബ്സോർബ് ചെയ്യാൻ സാധിച്ച ഒരു രാഷ്ട്രത്തിന്റെ പുറകിലുള്ള സംസ്കാര ചൈതന്യം എന്ത് എന്നൊന്ന് ചിന്തിക്കാം. സകലതിനെയും സ്വീകരിച്ചൊരു രാഷ്ട്രം. ആ രാഷ്ട്രത്തെ കുറിച്ച് പഠിക്കണം, പഠിക്കാൻ സാധിക്കണം. ലോകത്തിന്റെ എവിടെയാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിലും ഭാരതീയനാണെന്ന അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കണം.